നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ അർജൻറ്റീന കേപ്പ് വെർദക്കെതിരെ നല്ലൊരു പോരാട്ടം നടത്തിയ കളിയിൽ, അതായത് എതിരാളികൾ നല്ലൊരു പോരാട്ടം നടത്തിയ കളിയിൽ ഒടുവിൽ രക്ഷപ്പെട്ടു പോയല്ലോ. അപ്പോൾ ഈ കളിയിലെ അർജൻറ്റീന താരങ്ങളുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? കൃത്യമായ സമഗ്രമായ ഒരു വിലയിരുത്തലിലേക്ക് പോവുകയാണ്. ഇത് അർജൻറ്റീനക്കാരൻ ഫുട്ബോൾ എക്സ്പേർട്ട് ഏണസ്റ്റോ പ്രൊവിറ്റിയോയുടെ വിലയിരുത്തലാണ്. ഓരോ താരങ്ങളെയും അദ്ദേഹം വിശദമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഓരോരുത്തരുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കേപ്പ് വെർദെ നേടിയ ഫസ്റ്റ് ഗോളിൽ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. രണ്ടാമത്തെ ഗോൾ ഒരു ഹൊറൻഡസ് സ്ട്രൈക്കായിരുന്നു, പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാലിബറിലുള്ള ചില സേവുകൾ കളിയുടെ അവസാനത്തിലൊക്കെ കണ്ടു. അപ്പോൾ 10-ൽ 5 മാർക്ക് കൊടുക്കാനുള്ള പ്രകടനമാണ് എമിലിയാനോ മാർട്ടിനസ് നടത്തിയത് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അടുത്ത നാഹുൽ മൊളീനയുടെ കാര്യമാണ്. അദ്ദേഹം അറ്റാക്കിൽ ചില ശ്രമങ്ങൾ നടത്തി, പക്ഷേ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് വന്നപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്തു. അപ്പം കേപ്പ് വെർദൻ പ്ലെയേഴ്സ് ആ ഒരു ഫ്ലാങ്കിൽ അവരോട് കട്ടക്ക് നിൽക്കാൻ ഒരല്പം പാടുപെട്ടു. ഒരു പുവർ ഗെയിമാണ് നാഹുൽ മൊളീനക്കുണ്ടായത്. പ്രത്യേകിച്ച് ഒഫൻസീവ്ലി വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതുമില്ല. എന്നാൽ ഡിഫെൻസീവ്ലി ഒരു ലാബിലിറ്റി ആയിട്ട് ആൾ മാറുകയും ചെയ്തു എന്നാണ് വിലയിരുത്തുന്നത്. 10-ൽ 4 മാർക്കാണ് നാഹുൽ മൊളീനക്ക് കൊടുക്കുന്നത്. ക്രിസ്ത്യൻ റൊമേറോ, കേപ്പ് വെർദെയുടെ അറ്റാക്ക് വരുന്ന സമയത്ത് വെൽ പൊസിഷൻഡ് ആയിരുന്നു ക്യൂട്ടി റൊമേറോ. അദ്ദേഹം ഹെഡേഴ്സ് വിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ കൃത്യമായ ആൻറ്റിസിപ്പേഷൻ്റെ കാര്യത്തിലും ആണെങ്കിലും ഒക്കെ മികച്ച രൂപത്തിൽ ചെയ്തു. ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം ഒരു സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നു ഒരു ചാമ്പ്യൻ്റെ ബ്രില്യൻസോട് കൂടി കളിച്ചു എന്നാണ് ക്യൂട്ടി റൊമേറോയുടെ പ്രകടനത്തെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് 10-ന് 7 മാർക്ക് കൊടുക്കുമ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് ഈ ഒരു ഗ്രേറ്റ് വേൾഡ് കപ്പാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അർജൻറ്റീനക്ക് ലോങ് ബോൾ ആവശ്യമുണ്ടോ, ലിച്ച അത് കൊടുക്കുന്നു. അതുപോലെ തന്നെ വളരെ മികച്ച രൂപത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പാസുകൾ പോലും ഈ ഒരു 50 മീറ്റർ സ്പേസിൽ അദ്ദേഹം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വേണ്ട ഘട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ ഗോളടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഡിഫൻസിലാണെങ്കിൽ ഒരു തരത്തിലും അദ്ദേഹത്തിന് മിസ്റ്റേക്ക് വരാത്ത രൂപത്തിൽ പെർഫെക്റ്റ് ജഡ്ജ്മെൻറ്റ് അദ്ദേഹം നടത്തുന്നു. സോ എപ്പോൾ ടീമിന് ആവശ്യമുണ്ടോ അപ്പോൾ ഒക്കെ അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹി ഡെലിവേർഡ് സ്പെക്ടാക്കുലർ ഗോൾ ആൻഡ് അൺഫോർഗറ്റബിൾ മാച്ച് ഫോർ ലിച്ച മാർട്ടിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിച്ച മാർട്ടിനസിന് 9 മാർക്കാണ് 10 കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഫെക്കുണ്ടോ മെദീനയെ ഇടതുപാർശ്വത്തിൽ ഇറക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നല്ല ചില റിക്കവറീസ് നടത്തി. എന്നാൽ പാസിങ്ങിൽ അത്രത്തോളം ഷാർപ്പായിരുന്നില്ല അറ്റാക്കിങ്ങിന് വേണ്ടിയിട്ട് കയറുന്ന സമയത്ത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുവർ ക്ലിയറൻസുകൾ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഉണ്ടായിരുന്നു. ഏതായാലും കേപ്പ് വെർദെയുടെ ഒരു ഗോളിലേക്ക് വഴിവെച്ചത് അദ്ദേഹം കൃത്യമായി മാർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഫെക്കുണ്ടോ മെദീനക്ക് 10-ൽ 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. റോദ്രിഗോ ഡി ബോൾ മധ്യനിരയിൽ അത്ര പ്രിസൈസ് ആയിട്ടുള്ളൊരു പ്രകടനം വന്നില്ല. അത്രയധികം നല്ല രൂപത്തിൽ ബോളിൽ ടച്ചോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് ചെയ്യുന്ന സമയത്ത് എന്തായാലും അദ്ദേഹം അത്രത്തോളം എഫക്റ്റീവ് ആയതുമില്ല. അപ്പം മിഡ്ഫീൽഡിലൊരു മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നില്ല എന്ന് തന്നെ വിലയിരുത്തുന്നു. ഒരു ലക്ലസ്റ്റ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. റോഡ്രിഗോ ഡി ബോളിന് 10-ൽ 4 മാർക്ക് കൊടുക്കുന്നു. അലക്സിസ് മാക്കലിസ്റ്റർ തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ടീമിൻ്റെ ലൈൻ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ പൊസിഷനിങ് ചെയ്യുന്നതും ഒക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് മോശമല്ലാത്തൊരു പ്രകടനം എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ടറിലി അദ്ദേഹം പെർഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ഫിസിക്കൽ എഫേർട്ട് ഇടേണ്ട കാര്യത്തിൽ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. 10-ൽ 6 മാർക്കാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. എൻസോ ഫെർണാണ്ടസ് തീർച്ചയായിട്ടും എൻസോയെ ഏൽപ്പിച്ചൊരു ജോലി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിരുന്നു. എന്തായാലും അദ്ദേഹം ആ കാര്യത്തിൽ ഒരു ആവറേജ് പെർഫോമൻസ് നടത്തിയിരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു കോംപ്ലിമെൻ്ററി റോള്, ടീം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ ഒരു അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോള് അത് അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിൽ ഹാൻഡിൽ ചെയ്തു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് മാച്ചാണ് ഇന്നത്തെ കളിയിൽ വന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 10-ൽ 5 മാർക്കാണ് ഇപ്പം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതാണ് എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യമെങ്കിൽ ലിയോ മെസ്സിനെ കുറിച്ച് ഇനി എന്താണ് പറയേണ്ടതെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നു. 39ാമത്തെ വയസ്സിലും മുന്നേറ്റത്തിൽ ലിയോ മെസ്സിയാണ് അർജൻറ്റീനയുടെ എല്ലാം എന്നുള്ളത് വീണ്ടും കാണുകയാണ്. ലിച്ച മാർട്ടിനസും അദ്ദേഹവും ചേർന്നുള്ള കോംബോ, അതിലൂടെ വന്നിട്ടുള്ള ഗോള്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോർണറിൻ്റെ മികവ്, ആ ഒരു ഷാർപ്നെസ് ഒക്കെ അതേപോലെ ഇപ്പോഴും ഉണ്ട്. 10-9 മാർക്കാണ് ലിയോ മെസ്സി കൊടുത്തിരിക്കുന്നത്. ലൗട്രോ മാർട്ടീനസ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ട വിധത്തിലൊരു സർവീസ്, പാസിംഗ് സപ്ലൈ ഒന്നും അത്ര ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ, സ്വയം ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഓപ്പോസിങ് സെൻറ്റർ ബാക്സ് എഫക്റ്റീവ്ലി ലൗട്രോ മാർട്ടിനസിനെ മാർക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അദ്ദേഹത്തിനൊരു ഫോക്കൽ പോയിൻ്റ്, അതായത് ബോക്സിലൊരു ഫോക്കൽ പോയിൻ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് എഫക്റ്റീവ്ലി ബോൾ കിട്ടിയതുമില്ല, എന്നാൽ അദ്ദേഹത്തിനായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റിയില്ല. ഇറ്റ് വാസ് എ പുവർ മാച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തെ പിന്നീട് നേരത്തെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ലൗട്രോക്ക് 10ൽ 4 മാർക്കാണ് കൊടുക്കുന്നത്. തിയാഗോ അൽമൈഡ, ഇപ്പം അൽമൈഡയുടെ കാര്യത്തിൽ ഇറാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. 1-on-1s പോലും വിൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടായി. അപ്പം ഇത്തരമൊരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ ഫസ്റ്റ് ലെവലിൽ ഇനിയും തുടരേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങൾ പോലും വരുന്നു. ഒരു ലാക്ക് ലെസ്റ്റർ പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും പിന്നീട് അധികം വൈകാതെ അദ്ദേഹത്തെ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നു. തിയാഗോ അൽമൈഡയ്ക്ക് 10ൽ 4 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടുള്ള താരങ്ങളുടെ കാര്യം നോക്കിയാൽ ഹുലിയൻ അൽവാരസ്, അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ലിങ്ക് പ്ലേയിൽ ചില ഘട്ടങ്ങളിൽ വളരെ ഇമ്പ്രസീവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പന്ത് വലയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ബട്ട് മോശമല്ലാത്ത രൂപത്തിലുള്ള ഒരു എഫേർട്ട് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും വരും മത്സരങ്ങളിൽ മോശമല്ലാതെ അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം ഇമ്പ്രൂവ് ആവും എന്നൊരു പ്രതീക്ഷയും വെക്കുന്നു. 10ൽ 5 മാർക്കാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെങ്കിൽ. നിക്കോളാസ് ഗോൺസാലസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ അറ്റാക്കിലേക്ക് ഇറക്കുന്നു. അത് ഒരർത്ഥത്തിൽ കുറച്ചുകൂടി ഗുഡ് ഡിസിഷനാണ്. പെനാൽറ്റി ഏരിയാസിൽ അദ്ദേഹത്തിന് മികവുണ്ട്. പക്ഷേ ഈ കളിയിൽ അത് അത്രത്തോളം പ്രകടമായോ എന്നത് സംശയമാണ്. 10ൽ 5 അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ലിയാൻഡ്രോ പെരേഡസ്, അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി മിനിറ്റ് ബൈ മിനിറ്റ് ആയിട്ട് ഗ്രൂ ചെയ്യുന്ന ഒരു സ്ഥിതി കണ്ടു. ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് എഫേർട്ട് ഇടുകയും ചെയ്തു. 10ൽ 6 മാർക്കാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുടെ കാര്യത്തിലും ലൈക്ക് പെരേഡസ്, അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് ഡിഫെൻഡ് ചെയ്യാനും അതുപോലെ അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അദ്ദേഹം മോശമല്ലാതെ ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. 10ൽ 6 മാർക്ക്. ഗോൺസാലോ മൊണ്ടീലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കുറച്ച് മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ഫ്രീ കിക്ക് എതിരാളികൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. ലക്കിലി അത് ഡിബു നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് പണി കിട്ടാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഗോൺസാലോ മൊണ്ടീലിന് 10ൽ 5 മാർക്ക് കൊടുത്തിരിക്കുന്നത്. ലണൽ സ്കലോനിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് കളി നീങ്ങാത്ത ഒരു മത്സരമായിരിക്കണം ഇത്. പക്ഷേ കേപ്പ് വെർദെയുടെ പ്രകടനത്തിൽ അദ്ദേഹം ശരിക്കും സർപ്രൈസ്ഡായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ചേഞ്ചസ്, അദ്ദേഹം നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനുകളും വലിയ രൂപത്തിൽ സഹായമൊന്നും ചെയ്തില്ല. ഏതായാലും ടീം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു റിയൽ വേക്കപ്പ് കോളാണ്. സ്കലോനിക്കും ടീമിനും ഒരു റിയൽ വേക്കപ്പ് കോളാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സ്കലോനിക്ക് 10ൽ 6 മാർക്കാണ് ഇപ്പോൾ അർജൻറ്റൈൻ ഫുട്ബോൾ എക്സ്പേർട്ട് ഏണസ്റ്റോ പ്രൊവിറ്റിയോ കൊടുക്കുന്നത്. ചുരുക്കത്തിൽ ഒരു ആവറേജ് പെർഫോമൻസോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയോ ആണ് അർജൻറ്റീനയിൽ വന്നിരിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ അവസാനം പറയുന്ന പോലെ തന്നെയാണ് കാര്യം. ഇതൊരു വേക്കപ്പ് കോളാണ്. ഒരു ഉണർത്തുപാട്ടെന്നോ അല്ലെങ്കിൽ ഒരു വിളിച്ചുണർത്തലോ ഒക്കെയാണ്. വരും മത്സരങ്ങളിൽ കാര്യങ്ങൾ ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.